നമ്മൾ നമ്മുടെ കുട്ടികളെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞ് പഠിപ്പിക്കാനായി നമ്മൾ സ്വാഭാവികമായ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു അതിസ്വാഭാവികമായുള്ള അറിവ് നിങ്ങൾ സമ്പാദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു അറിവ്, ന്യായമായിട്ടുള്ളൊരു അറിവ് ഈ മേഖലയിൽ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ചേട്ടൻ പലതും പറയും, എന്നോട് ഉപയോഗിച്ച കുഴപ്പമില്ല എന്ന് പറയും. അത് കുഴപ്പമാണ്, അതിൻ്റെ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങളിത് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? ആ UP സ്കൂൾ തുടങ്ങിയിട്ട് ഈ സാധനങ്ങൾ അവൈലബിൾ ആക്കുന്ന നെറ്റ്വർക്കും കാര്യങ്ങളും വളരെ ശക്തമാണ് നമ്മുടെ ഈ ലോകത്ത്. അതുകൊണ്ട് നമ്മളിത് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. സ്കൂളിൽ ചിലപ്പോൾ അവർ മിഠായി എന്ന് പറഞ്ഞിട്ട് നിൻ്റെ കൂട്ടുകാരൻ നിന്ന് തരുന്ന മിഠായി വരെ, സാധാരണ നമ്മളിപ്പോൾ എക്ലേഷോ അല്ലെങ്കിൽ കിറ്റ്കാറ്റോ അങ്ങനെ ഏതെങ്കിലും മിഠായി കഴിക്കണതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും അറിയാത്തൊരു മിഠായി മോനെ നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ കഴിക്കേണ്ട, നീ ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നിട്ട് ബാഗിലിട്ട് നീ കൊണ്ടുവന്നു വന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ തന്നിട്ടുള്ള മിഠായി ഇതെന്താ ചെയ്യണ്ടേ? ഇതുമ്പോൾ പേരില്ല, ഒരു സാധനവും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഈ പേര് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ മിഠായി ആണെങ്കിൽ കുട്ടികളോട് പറയണം, കുഞ്ഞെ നീ അത് അവിടെ വെച്ച് കഴിക്കണ്ട, വാങ്ങി പോക്കറ്റിലിടുക, വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണ്ട ഇതാണോ അല്ലേ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഒരു ന്യായമായിട്ടുള്ളൊരു അറിവ് പേരൻസ് ഈ മേഖലയിൽ ഉണ്ടാക്കണം.